ശബരിമല കേസുമായി ബന്ധപ്പെട്ട് തന്ത്രി അകത്തായതിന് പിന്നാലെ തന്നെ ബി.ജെ.പിയുടെ ജില്ലാ പ്രസിഡന്റ് തന്ത്രിയുടെ വീട് സന്ദർശിച്ചിരിക്കുകയാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട് UDF ആയാലും LDF ആയാലും BJP ആയാലും പലരും മൗനം പാലിക്കുകയാണ്. അപ്പോഴാണ് BJP നേതാവിൻ്റെ ഇത്തരമൊരു നീക്കം. ഇതെന്താണ് ജനങ്ങൾക്ക് നൽകുന്ന സന്ദേശം? എന്താണ് ജനങ്ങൾക്ക് നൽകുന്ന സന്ദേശം? ഇത്രയേ ഉള്ളൂ. പത്മകുമാർ പറഞ്ഞ ദേവതുല്യൻ ഈ തന്ത്രിയിൽ ഒതുക്കാനാണോ ഭാവം എന്നുള്ളത് സഞ്ജീവ് വധസ്പതി ചോദിച്ചിരിക്കുകയാണ്. ജനങ്ങളോട് മൊത്തം ചോദിച്ചിരിക്കുകയാണ്. അതാണ് ചോദ്യത്തിൻ്റെ പോക്കിൻ്റെ ഉദ്ദേശം. അതായത് യഥാർത്ഥ ദൈവതുല്യനെ കാണാതെ ഈ ഒരു പ്രതിഷ്ഠയെ വെച്ചിട്ട് നിങ്ങൾ ഈ അറസ്റ്റ് കൊണ്ട് ഈ കേസ് പൂട്ടാനാണോ നോക്കുന്നത്? അങ്ങനെയാണെങ്കിൽ BJPക്ക് ഇതിനേക്കാൾ വലിയ നടപടികളുമായിട്ട് പോകേണ്ടി വരും, പ്രക്ഷോഭങ്ങളുമായിട്ട് പോകേണ്ടി വരും. CBIയും EDയും ഉൾപ്പെടെ ഈ കാര്യങ്ങൾ ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്തി ചില നീക്കങ്ങൾ നടത്തേണ്ടി വരും എന്നത് പറയാതെ പറയുന്ന ഒരു നീക്കമാണ് ഇപ്പോൾ സന്ദീപ് വധസ്പതി നടത്തിയിരിക്കുന്നത്. കേരളത്തിലെ ഒട്ടുമിക്ക ജനങ്ങളും ഇപ്പോൾ ചോദിക്കുന്നതാണ്, എന്തുകൊണ്ട് തന്ത്രിയിൽ കൊണ്ട് ഒതുക്കുന്നു? തന്ത്രിക്കപ്പുറം ആരുമില്ലേ? തന്ത്രിക്ക് മുമ്പേ ചോദ്യം ചെയ്ത മന്ത്രി എവിടെ പോയി? ആ മന്ത്രിയോട് ചോദിച്ച 100 ചോദ്യങ്ങളിലും ഉത്തരം അദ്ദേഹം കൃത്യമായി തന്നോ? അതോ ദുരൂഹതയുള്ള ഉത്തരങ്ങളാണോ? കൃത്യമായ ഉത്തരമാണെങ്കിൽ എന്തുകൊണ്ട് കൃത്യമായ 100 ചോദ്യങ്ങൾ ഞങ്ങൾ ചോദിച്ചു, 100 ചോദ്യത്തിന് കൃത്യമായ ഉത്തരം തന്നു? അത് ഇതൊക്കെയാണ്, അതുകൊണ്ട് ഞങ്ങൾ മന്ത്രിയെ ഒഴിവാക്കുന്നു, തന്ത്രിയിലേക്ക് പോകുന്നു എന്ന് നിങ്ങൾ ഹൈക്കോടതിയിൽ പോയി പറഞ്ഞില്ല. ഈ ചോദ്യങ്ങളൊക്കെ ഇപ്പോൾ ഇവിടെ വരും. അപ്പോൾ ഇതെല്ലാം ഉത്തരം പറയാനായിട്ട് CPM ബാധ്യസ്ഥരായി വരും. അല്ല, അതിന് കടകംപള്ളി അറസ്റ്റിലാവുകയാണെങ്കിൽ വലിയ പ്രതിസന്ധിയിലേക്ക് CPM പോകുമല്ലോ. അതിനെ കടകംപള്ളിയെ അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ അതിനേക്കാൾ വലിയ പ്രതിസന്ധിയിലേക്ക് പോകുന്നേ. ഇപ്പം നമ്മൾ ഒരു ഇലക്ഷനിൽ കണ്ടതല്ലേ, പത്മകുമാറിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാത്തതോ അല്ലെങ്കിൽ പാർട്ടി നടപടി സ്വീകരിക്കാത്തതോ കാരണമാണ് ഈ ഇലക്ഷനിൽ പ്രധാനപ്പെട്ട ചില പരാജയങ്ങൾ ഉണ്ടായിരിക്കുന്നതെന്നുള്ളത് CPM തന്നെ വിലയിരുത്തി. CPMൻ്റെ സെക്രട്ടേറിയറ്റ് ചിലപ്പം പറയില്ലായിരിക്കും, ബാക്കി സംസ്ഥാന കമ്മിറ്റിയും ജില്ലാ കമ്മിറ്റികളും അത് തലകുലുക്കി സമ്മതിക്കുകയാണ്. ഇപ്പോഴുണ്ടായിരിക്കുന്ന ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ഒന്നാമത്തെ കാരണം അയ്യപ്പനാണ് എന്നവർ പറഞ്ഞു കഴിഞ്ഞു. ഇനി അടുത്ത നീക്കത്തിലേക്ക് കൂടുതൽ പോകാൻ പോവാണ്. അല്ല, ഒരു തെളിവില്ലാതെ അറസ്റ്റ് ചെയ്യില്ലല്ലോ തന്ത്രി, ഒരു തെളിവുമില്ലാതെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അല്ല, അങ്ങനെ ഇരിക്കുമ്പോൾ BJP അങ്ങനെ പിന്തുണയ്ക്കാൻ അത് തയ്യാറാവുകയാണെങ്കിൽ അവർ ചോദിക്കുന്നത് ഇതാണ്, ഇത് തന്ത്രിയെ കൊണ്ട് അവസാനിപ്പിക്കുകയാണോ? തന്ത്രി മാത്രമാണോ ഇതിനകത്ത് കുറ്റക്കാരൻ? തന്ത്രിയെ പെടുത്തിയതാണോ? തന്ത്രി എന്ന് പറയുന്നത് അവിടുത്തെ ദേവസ്വം ബോർഡിൻ്റെ ഒരു ജീവനക്കാരനെ പോലെയാണ്. അദ്ദേഹം അവിടുന്ന് വരുമാനം പറ്റിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. ചില സന്ദർഭങ്ങളിൽ അദ്ദേഹത്തിന് കൂടുതൽ ശബ്ദമുയർത്താൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. ശബ്ദം ഉയർത്തേണ്ടതായിരുന്നു അദ്ദേഹം, അതില്ല എന്ന് പറയുന്നില്ല. അദ്ദേഹം ഇവിടുന്ന് വിഗ്രഹം അദ്ദേഹം പറഞ്ഞു, ദ്വാരപാലകനെ താഴെ വെച്ച് പണിയാനാണ് ഞാൻ അനുമതി കൊടുത്തത്, കട്ടളപ്പടി താഴെ വെച്ച് പണിയാനാണ് അനുമതി കൊടുത്തത്. അതിനപ്പുറം 18-ാം പടിക്ക് താഴെ പോയപ്പോൾ, പമ്പ കടന്നു പോയപ്പോൾ സ്വാമിയെ ശരണയ്യപ്പാന്ന് വിളിച്ചുകൊണ്ട് നിലവിളിക്കേണ്ടതായിരുന്നു, ഇതാ എല്ലാം കട്ടോണ്ട് പോണേ എന്ന് പറയേണ്ടതായിരുന്നു തന്ത്രി. അത് ചെയ്തില്ല അദ്ദേഹം. വാജിവാഹനം ഉൾപ്പെടെയുള്ള ഇദ്ദേഹത്തിന്റെ വീട്ടിലിരിക്കുകയാണല്ലോ. അത് അല്ല, ഇതൊക്കെ ഇതിനകത്തൊക്കെ ഓരോ സന്ദർഭങ്ങളിലായിട്ട് പരസ്പര കൂട്ടുത്തരവാദിത്തങ്ങൾ പലതും വന്നിട്ടുണ്ടാവാം. ഇപ്പോൾ ഒരു തെറ്റിൽ ഒരാൾ മാത്രമായിട്ട് ഒരു തെറ്റ് നടത്താൻ കഴിയില്ലല്ലോ, ഇത്ര വലിയൊരു തെറ്റ്. അപ്പോൾ അതിനകത്ത് പലവിധ ഘടകങ്ങൾ വന്നിട്ടുണ്ട്. അതിനകത്ത് തന്ത്രി നിർണായകമായ ഒരു ആൾ തന്നെയാണ്, ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. അദ്ദേഹത്തിനെ ചോദ്യം ചെയ്യുമ്പോഴായിരിക്കും ചിലപ്പോൾ തന്ത്രിയിൽ നിന്ന് മന്ത്രിയിലേക്ക് പോകണോ എന്നുള്ളത് തീരുമാനിക്കപ്പെടുന്നത്. അപ്പം അതിനും കൂടെ ആയിരിക്കും SIT അത്തരം നടപടികൾ സ്വീകരിച്ചിരിക്കുന്നത്. എന്തായാലും ഇത് ഇവിടെ കൊണ്ട് നിൽക്കുന്ന കാര്യമല്ല. കേരള രാഷ്ട്രീയം പോലെ ഇപ്പോൾ ശബരിമലയും കൂടെ ചേർന്ന് നമ്മുടെ സമൂഹക്രമത്തിനെ, വിശ്വാസക്രമത്തിനെ, ആരാധനാക്രമത്തിനെ, ഭൂരിപക്ഷ സമുദായത്തിൻ്റെ എല്ലാവിധ ആത്മീയ ശാന്തിയെയും മനഃശാന്തിയെയും ഒക്കെ തകർക്കുന്ന വിധത്തിലേക്ക് ഇത് വന്നിരിക്കുകയാണ്. അതുകൊണ്ട് ഇതെങ്ങനെ വോട്ടായി മറിഞ്ഞു പോകും എന്നുള്ളത് LDFും വളരെയധികം ആലോചിക്കേണ്ടതാണ്. സൂക്ഷിച്ച് കഴിച്ചില്ലെങ്കിൽ ഇതിനപ്പുറത്തെ പണി വന്നാൽ ചിലപ്പം VD സതീശൻ 100 ആഗ്രഹിക്കുന്നെങ്കിൽ 110ലേക്കും പോയി കൂടാന്നില്ല. ഇനിയും കളിച്ചാൽ കളി ഇവിടെ കൊണ്ട് നിർത്തേണ്ടതാണ്. ഈ കളി ഇനിയും തുടരുകയാണ്. ഇപ്പം തദ്ദേശ സ്വയംഭരണത്തിൽ ഒരു കളി കണ്ടു, ആ കളിയിൽ വന്ന മാറ്റം കൊണ്ട് പഠിച്ചില്ലെങ്കിൽ ചിലപ്പോൾ ഇനി ഇവിടെയും കൊണ്ട് നിൽക്കില്ല. ഈ കേസുമായി ഈ സമയപരിധി പരിശോധിക്കണം. 3 ദേവസ്വം ബോർഡ് മന്ത്രിമാർ ഈ കാലയളവിൽ ഭരിച്ചിരുന്നു. അപ്പോൾ അവരിലേക്ക് എന്തുകൊണ്ടായിരിക്കും അന്വേഷണം എത്താത്തത്? അത് എത്തണമെങ്കിൽ അതിന് ഇപ്പം SITക്ക് നോക്കാൻ പറ്റുന്നത് എവിടെയാണ്? അവിടുത്തെ മാനുവൽ പ്രകാരമുള്ള റെക്കോർഡുകൾ, ദേവസ്വം ബോർഡിൻ്റെ മാനുവൽ പ്രകാരമുള്ള റെക്കോർഡുകൾ, ദേവസ്വം ബോർഡിൻ്റെ പരിസരങ്ങളിലുള്ള തെളിവുകൾ, സ്റ്റോക്ക്. അപ്പം അതൊക്കെ നോക്കുമ്പം അവിടെ നിന്ന് പിന്നെ ഇവരെ ചോദ്യം ചെയ്ത് ഇവർ ആരെങ്കിലുമൊക്കെ ആയിട്ട് ഡീൽ നടത്തിയിട്ടുണ്ടെങ്കിൽ അവരുമായിട്ട് ചോദ്യം ചെയ്ത് ഗോവർദ്ധൻ ഉണ്ടെങ്കിൽ ഗോവർദ്ധൻ, ഇനി മറ്റേതെങ്കിലും വർദ്ധനാണുള്ളെങ്കിൽ
അല്ലെങ്കിൽ പങ്കജ് ഭണ്ഡാരിയാണെങ്കിൽ ഭണ്ഡാരിയുടെ ഭണ്ഡാരം അഴിച്ച് നോക്കിയാലേ ഇനി അറിയാവുള്ളൂ ഇത് അവിടുന്ന് എവിടെ പോയി എന്നുള്ളത്. അപ്പം അതിലേക്ക് SIT പോയിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും വേഗത കുറവാണ്, പക്ഷേ പോകുന്നുണ്ട്. കാരണം പിന്നിൽ വലിയ ഒരു ചാട്ടവാറുമായിട്ട് ഹൈക്കോടതി നിൽക്കുന്നു. പിന്നെ ഇതിന് പുറമെ ഇപ്പോൾ EDയും വരുന്നു. താമസിയാതെ വചസ്പതിയുടെ പിന്നെ പാദങ്ങളെ പിന്തുടർന്നാൽ CBIയും ഉടനെ എത്തും. സാറ് പറയുന്നതനുസരിച്ചാണെങ്കിൽ ഇതൊരു രാഷ്ട്രീയ വിഷയമായി മാറുകയാണെങ്കിൽ എല്ലാ ഗുണവും ലഭിക്കാൻ പോകുന്ന കോൺഗ്രസിന് മാത്രമാണോ, അതോ രാഷ്ട്രീയ വിഷയമായിട്ട് മാറിക്കഴിഞ്ഞു? ആദ്യത്തെ ഗോള് കോൺഗ്രസ് അടിച്ചു. അവർക്ക് കഴിഞ്ഞ തവണ ഒരു സാധാ ലോട്ടറിയാണ് കിട്ടിയത്. ഇനി അടുത്തത് ബമ്പർ കിട്ടും, നേരെ ചൊവ്വേ LDF കളിച്ചില്ലെങ്കിൽ. ഇനിയും LDF പുകമറ സൃഷ്ടിക്കാനും വേറെ ആരെങ്കിലും അറസ്റ്റ് ചെയ്ത് പകരക്കാരായി നിർത്തിക്കൊണ്ട് പിന്നെ ഇതിൻ്റെ കളികൾ രക്ഷിക്കാനും ശ്രമിച്ചാൽ ഭരണം പോകും. പക്ഷെ ഇപ്പോഴും ഭരണം നഷ്ടപ്പെട്ടിട്ടില്ല. ഭരണം നഷ്ടപ്പെടാനുള്ള മൂന്നാം ഊഴം ഇനിയും കിടപ്പുണ്ട്. ചില കേന്ദ്രങ്ങളിൽ BJPക്ക് അത് ഗുണം ചെയ്യും. BJPക്ക് തീർച്ചയായിട്ടും ഗുണം ചെയ്യും. അതിനുള്ള മാർഗങ്ങൾ അവരിപ്പോൾ തന്നെ നടത്തി കഴിഞ്ഞപ്പോൾ CBIയും EDയൊക്കെ വരുന്നതോടുകൂടി പല കാര്യങ്ങളും അവർക്ക് മേൽക്കൈ വരുന്ന വിധത്തിലേക്ക് വരും. തീർച്ചയായിട്ടും വരും. ഇത്രയും നാൾ അവർ പറഞ്ഞിരുന്ന കാര്യങ്ങൾ പലതും ശരിയായി വന്നില്ലേ? ഉണ്ണികൃഷ്ണൻ പോറ്റി ആണ് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തിയിരുന്നത് അതല്ല എന്നിപ്പോൾ മനസ്സിലായില്ലേ? അതുകൊണ്ട് UDF ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കയറ്റിയതെന്ന് പറഞ്ഞുകൊണ്ട് പാട്ടും പാടി നടന്നതാണ്. അതിന് തന്നെ വോട്ട് കിട്ടി. അതിനെയും അതുക്കും അപ്പുറം എന്ന് പറഞ്ഞ് ഇപ്പോൾ ഇവിടെ പുതിയ, പക്ഷെ ആ പാട്ട് പോയി നിന്ന് സോണിയാഗാന്ധിയുടെ അടുത്താണ്. അതാ ഞാൻ പറഞ്ഞ്, അതിലേക്ക് ഉൾപ്പെടെയുള്ളത് വരും. ഇറ്റലിയിലേക്ക് പോകണമെങ്കിൽ CBI വരണം. CBI വന്നാലേ ഇന്റർപോളിലേക്ക് പോകാൻ പറ്റൂ. ഇന്റർപോളിനെ ഇറ്റലിക്ക് പോകാൻ പറ്റൂ. ഇന്റർപോളിനെ ജർമ്മനിയിൽ പോകാൻ പറ്റുള്ളൂ. ഇന്റർപോളിനെ അമേരിക്കയിൽ പോയി നോക്കാൻ പറ്റുള്ളൂ. സൗദിയിൽ പോയി നോക്കാൻ പറ്റുള്ളൂ. ഗൾഫ് രാജ്യങ്ങളിൽ പോയി ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ എടുക്കാൻ പറ്റുള്ളൂ. മനസ്സിലായില്ലേ? അപ്പം അതിലേക്കാണ് വചസ്പതിയുടെ മോർണിംഗ് വാക്ക് പോകുന്നത്. പക്ഷേ ഈ സമരവുമായി നാം പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പോൾ 2018-19 കാലത്ത് കണ്ട ആ യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട വലിയ സമരങ്ങളിലേക്കൊന്നും BJP ഈ വിഷയത്തിൽ കടന്നിട്ടില്ലല്ലോ. അതെന്തുകൊണ്ടായിരിക്കും? BJPക്ക് ഇപ്പം അതിൻ്റെ കറക്റ്റായിട്ടുള്ള സമയം ഇപ്പോഴേ ആയിട്ടുള്ളൂ. ഇനി അവർ കടക്കും. അവർ വലിയ പ്രക്ഷോഭങ്ങളിലേക്ക് ഇപ്പോൾ പോകാൻ പോവാണ്. അത് വരികയാണ്. മകരജ്യോതി അടക്കമുള്ള കാര്യങ്ങളിൽ അവർ ജ്യോതി തെളിച്ചുകൊണ്ട് ചില പ്രക്ഷോഭങ്ങളൊക്കെ തുടങ്ങാൻ പോവുകയാണ്. അതിൽ തെളിവുകൾ ഇപ്പോഴാണ് പുറത്ത് നേരെ വന്നത്. മറ്റേത് ഊഹാപോഹങ്ങളായിരുന്നു. ഇപ്പോഴാണ് കോൺക്രീറ്റ് ആയിട്ടുള്ള എവിഡൻസുകൾ ഹൈക്കോടതി വഴി BJPക്കും കിട്ടിയിരിക്കുന്നത്. അതിലേക്ക് ഇനി പോകും. അവർ തന്ത്രിയാണല്ലോ നിലവിൽ അറസ്റ്റിലായിരിക്കുന്നത്. അദ്ദേഹത്തിനാണ് BJP വീട്ടിലെത്തി കാണുകയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് പിന്തുണ നൽകുകയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഭക്തരെ സംബന്ധിച്ചിടത്തോളം തന്ത്രിയാണോ വലുത്? തന്ത്രി വലുതായതുകൊണ്ടല്ല, ഒരു ഫോക്കസ് മാറ്റം നടന്നിട്ടുണ്ടോ എന്ന് BJP സംശയിക്കുന്നുണ്ട്. അതായത് തന്ത്രിയിൽ കൊണ്ടുവന്ന് ദേവതുല്യൻ എന്ന അവതാരത്തെ നിർത്താനാണോ ഉദ്ദേശം? പത്മകുമാർ ഇതാണോ ദേവതുല്യനായി കണ്ടത്? ഇതിനപ്പുറം വേറൊരാളുണ്ടോ? ആ ചോദ്യം പുറത്തു കൊണ്ടുവരികയാണ് BJP ശ്രമിക്കുന്നത്. ആ ചോദ്യം പുറത്തു കൊണ്ടുവരാൻ കോൺഗ്രസ് പോലും ഇത്ര ഭംഗിയായിട്ട് ശ്രമിച്ചിട്ടില്ല. ഇപ്പോൾ BJP അതിനാണ് ശ്രമിക്കുന്നത്. അത് സന്ദീപ് വചസ്പതിയിൽ തുടങ്ങി ഇനി രാജീവ് ചന്ദ്രശേഖറിലേക്കും നാളെ അമിത്ഷായിലേക്കും മോദിയിലേക്കും വരെ ഈ ചോദ്യങ്ങൾ എത്തിച്ചുകൊണ്ട് അവർ ചോദിക്കുമ്പോൾ അതിനകത്ത് കനം കൂടും. അവരുടെ അന്വേഷണ സംഘം ഇതിന് പുറകെ വരുമ്പോൾ കൂടുതൽ ശക്തി വരും. അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. ഇത് പൊളിറ്റിക്കലായിട്ടും അതിനോടൊപ്പം ഇൻവെസ്റ്റിഗേഷൻ്റെ പരമായിട്ടും പല നീക്കങ്ങളും കൂടെ വന്ന് ഇതിൻ്റെ യഥാർത്ഥ വേരുകൾ തേടി പോകാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് BJP ഇതിൽ ഉപയോഗിക്കുന്ന തന്ത്രം. അല്ലാതെ ചുമ്മാതെ ഒരു വോട്ട് കിട്ടാൻ വേണ്ടി ഏതെങ്കിലും കവലയിൽ പോയി സ്വാമിയെ ശരണമയ്യപ്പാന്നോ പോറ്റിയെ കയറ്റിയെന്ന് പറഞ്ഞ് പാട്ട് പാടിയതുകൊണ്ടോ അല്ലെങ്കിൽ പാർലമെൻറ്റ് നടയിൽ നിന്ന് പാട്ട് പാടുന്നതോ അല്ല ഈ അയ്യപ്പൻ്റെ കൊള്ളയുമായി ബന്ധപ്പെട്ട് ചെയ്യേണ്ടത്. അത് വളരെ ശാസ്ത്രീയമായി നടന്ന ഒരു അട്ടിമറിക്ക് അതിശാസ്ത്രീയമായ ഒരു ഇൻവെസ്റ്റിഗേഷനും അതിൻ്റെ അന്തർദേശീയമായ വേരുകൾ ഉൾപ്പെടെ കണ്ടെത്തി ഇങ്ങ് താഴെ പിന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റി മുതൽ തന്ത്രി മുതൽ മന്ത്രി വരെ മന്ത്രിസഭ വരെ എവിടെയൊക്കെ പോയിട്ടുണ്ട്, അത് കഴിഞ്ഞിട്ട് ഇനി ഡൽഹിയിൽ ആരിലേക്കൊക്കെ പോയിട്ടുണ്ട്, സോണിയയിലേക്ക് പോയിട്ടുണ്ടോ, ഇറ്റലിയിലേക്ക് പോയിട്ടുണ്ടോ, ഇതെല്ലാം ആ കണ്ണികൾ ഓർത്തിണക്കിക്കൊണ്ട് വരേണ്ട ഒരു കർമ്മത്തിലേക്കാണ് BJP ഇപ്പോൾ ചുവടുവെക്കുന്നതെന്നാണ് മനസ്സിലാക്കേണ്ടത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.